ഇതൊക്കെ ചീഞ്ഞളിഞ്ഞ വേസ്റ്റ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഒലിച്ചു വരുന്നത്. ബ്ലഡും ചാലും എല്ലാം കൂടെ പഴുപ്പെല്ലാം കൂടെ ഒലിച്ചിറങ്ങുക. ഇത് നേരെ ഒലിച്ചിറങ്ങിയിട്ടാക്കുന്ന ഈ ഊജാല്, അതേപോലെ തന്നെ ഇതിന്റെ പുറത്ത് ഇത് നേരെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇരുളിപ്പുഴയിലേക്ക് പോകുന്ന തോട്, ആ തോട്ടിലേക്കാണ് ഈ സാധനം കുറച്ച് നേരത്തെ പോകുന്നത്. അതിപ്പോ വേറെ തോട് കാണാം. ഈ വേസ്റ്റ് നേരെ പുറകിലേക്ക് ടാങ്ക് കൂടി. ആ ടാങ്കിലാണ് ഇപ്പോൾ ഒരു സ്ലറി, അതായത് ഇവിടെ ഒരു വേസ്റ്റ് ഉണ്ട്, സ്ലറി അവസാനമായിട്ട് വരുന്നത്. ആ സാധനം ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം തീരെ ഇല്ല. അത് ഒരു പറമ്പിലൊക്കെ കുഴിച്ചു പോകും. ഇതിന് മുമ്പ് ഒരു 10ഓളം സ്ഥലങ്ങൾ നമ്മൾ കുഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ഈ സ്ലറിയിൽ കുഴിച്ചു പോകുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പുറമെയാണ് ഇത് ഇന്നലെ കണ്ടെത്തുക. അപ്പൊ ഈ തരത്തിലാണ് ഇവർ ഈ സാധനം. ഇതാ ഞാൻ പറഞ്ഞ ടാങ്ക്. ഇവിടെ ഈ ടാങ്കിൽ അത് കണ്ടോ, ഇത് കംപ്ലീറ്റ് സ്ലറി. ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതിൽ നിന്ന് ഈ പൈപ്പ് കണ്ടോ, ഈ പൈപ്പ് വഴിയാണ് ഈ സാധനം തോട്ടിലേക്ക് പോകുന്നത്. ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ ഒരു ഇരുമ്പിന്റെ പൈപ്പ് ഉണ്ട്, അവിടെ വരാം. നമുക്ക് ആ പൈപ്പ് കാണാം. ഇത് നേരെ അങ്ങോട്ട് നോക്കുക, അതാ അവിടേക്ക്. കാരണം നമുക്ക് ഈ പുഴയിൽ, ഇരുതുള്ളിപ്പുഴയിൽ ഏകദേശം 16ഓളം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ 4000ഓളം കുടുംബങ്ങളെ കുടിവെള്ളം, അതായത് ഈ പുഴയുടെ പുഴയായിട്ട് ബന്ധപ്പെട്ട ഓരോ ജീവിതം. അവിടുന്ന് കുളിക്കുക, അവിടുന്ന് വീട്ടിലെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം പുഴയിൽ നിന്ന് എടുക്കുക. കാരണം ഈ വേനൽക്കാലമായി കഴിഞ്ഞിട്ടാണ് കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ പൂതാങ്കുഴി എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു 20ഓളം കുടുംബങ്ങൾ ഒരു കിണറിനാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ മറ്റാവശ്യങ്ങൾക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്നതിന് ഉപരി ഈ പൈപ്പിന്റെ മുകളിൽ കൂടിയാണ് ആ ഒരു ഇരുമ്പിന്റെ പൈപ്പ് ഉണ്ട്. അപ്പൊ വണ്ടി പോകുമ്പോൾ പൊട്ടാതിക്കാൻ വേണ്ടി ആ ഇരുമ്പിന്റെ പൈപ്പ് കൂടെ ഇതുണ്ടോ, ജെ പൈപ്പാണ്. ഈ ജെ പൈപ്പിന്റെ ഉള്ളിൽ കൂടിയാണ് ശരിക്കും വെള്ളം വരും തോട്ടിലേക്ക് പോകുന്നത്. ഈ തോട് നേരെ പോകുന്നതാക്കുന്ന കൂടി പോയി കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ പുഴയിലേക്ക്. നമ്മൾ നേരത്തെ കണ്ട വേസ്റ്റ് ഇതിൽ കൂടെ അങ്ങോട്ടുണ്ടായിരുന്നു, കണക്ഷൻ ഉണ്ടായി. ഞങ്ങൾ ഊരിട്ടതാണ്. ഈ ഇതൊക്കെ പൊളിച്ചിട്ട് നേരെ അങ്ങോട്ട് തോട്ടിലേക്ക് പോകും. ഇത് പുഴയിലേക്കും പോകും. നാട്ടുകാർക്ക് നിങ്ങളൊരു മറുപടി തരണ്ടേ? അപ്പൊ ഞങ്ങളെ മറുപടി തന്നിട്ട് നിങ്ങൾ പോയാൽ മതി. കാരണം പല വട്ടങ്ങൾക്കൊക്കെ പല പരാതി തന്നിട്ട് അതിനൊരു വ്യക്തമായ നടപടി സ്വീകരിക്കാൻ ഇപ്പൊ പറ്റിയിട്ടില്ല. ഇതിപ്പോ 4ാമത്തെ 5ാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഈ വാഹനം തടഞ്ഞു നിർത്തിയും ഈ സ്ലറി ഒഴുക്കുന്നതും വേസ്റ്റ് ഒഴുക്കുന്നതും ഒക്കെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഇതിനൊരു മറുപടി പറയാനുള്ളത്? ഞങ്ങൾക്ക് എന്ത് നടപടികൾ സ്വീകരിക്കും ഇതിനെതിരെ? ഇത് ഓമശ്ശേരി പഞ്ചായത്തില്, നമ്മളെ ഓമശ്ശേരി പഞ്ചായത്തിന്റെ ഉടമസ്ഥല സ്ഥലത്ത് പുഴ, ഓമശ്ശേരി പഞ്ചായത്തിന്റെ സൈഡിലുള്ള പുഴ ഈ നാട് മലിനജലം ഒരു പരാതിന്റെ മുകളിലാണ് മെമ്പർ പറഞ്ഞ ചന്ദ്രനോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കെട്ടിടം കിടക്കുന്നത് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥല സ്ഥലത്താണ്. അപ്പം ഞാനും HI, പിന്നെ താമരശ്ശേരി HI ഉണ്ട്, ഇപ്പൊ കോടഞ്ചേരി HI ഇപ്പം ഒരു യാത്രയിലാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട ബോധ്യപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിടത്തിൽ, അപ്പോൾ അതിന് നമ്പർ ഒന്നും കാണില്ല, താമരശ്ശേരി പഞ്ചായത്തിന്റെ ഉടമസ്ഥല കെട്ടിടത്തിൽ ഖരമാലിന്യവും മലിനജലവും കെട്ടിക്കിടക്കുന്നുണ്ട്. ഭയങ്കര രൂക്ഷമായ ദുർഗന്ധമുണ്ട്. അതുവഴി ഈ പൈപ്പ് വഴി ഈ തോട്ടിലേക്ക് വന്ന് ഓമശ്ശേരി പഞ്ചായത്തിന്റെ അരിക്കൂടുള്ള പുഴയിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ചട്ടം 219 V1 പ്രകാരം ഈ ഖരമാലിന്യവും മലിനജലവും ഉറവിടത്തിൽ കൃത്യമായി സംസ്കരിക്കാതെ